إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, നമ്മെ ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരലോക വിജയത്തിന് അമലുകൾ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പലയിടത്തും പഠിപ്പിക്കുന്ന സമയത്ത് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്കാണ് ആ സ്വർഗമുള്ളത്, അവർക്കാണ് നല്ല പര്യവസാനമുള്ളത്, അവർക്കാണ് പ്രതീക്ഷയുള്ളത് എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ സഹോദരന്മാരെ, നമ്മൾ അമലുകൾ നമുക്കൊണ്ട് പറ്റുന്ന അമലുകളൊക്കെ ചെയ്ത് നമ്മുടെ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അതേപോലെ തന്നെ പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അതിന് കൂലി വാങ്ങാൻ പരലോകത്ത് പോകുന്ന സമയത്ത്, എത്തുന്ന സമയത്ത് അതെല്ലാം നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവർ. ചെയ്ത അമലുകളെല്ലാം ബാത്തിലായി പോയിരിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുത്ത് കൂലി വാങ്ങാൻ വരുന്ന സമയത്ത്, പോകുന്ന സമയത്ത് മുതലാളി പറയുകയാണ് തൻ്റെ പ്രവർത്തനങ്ങളൊന്നും ശരിയല്ല, ഇന്ന കാരണത്താൽ കൂലിയില്ല എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, അതൊരു ദുനിയാവിലെ ഒരു ദിവസത്തെ മാത്രം പ്രശ്നമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിത നിയോഗം തന്നെ നഷ്ടത്തിലായി പോകും. നമ്മൾ ചെയ്ത അമലുകളെല്ലാം ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ച പോലെ ഇല്ലാതായി പോകുന്ന ദുരവസ്ഥ. അതിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്,
അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. പ്രവാചകന്മാരെ അയച്ചത് ആ ഇബാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദീനിൻ്റെ അടിത്തറ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനാണ് ആകാശത്തു നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പരിക്ക് പറ്റുന്ന അല്ലെങ്കിൽ അതിന് പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ അതിനുശേഷം ഇസ്തിഗ്ഫാർ നടത്താതെയാണ് മരിച്ചു പോകുന്നത് എങ്കിൽ അവൻ്റെ അമലുകളെല്ലാം ബാത്തിലായി പോകും. കാരണം ദീനിൻ്റെ അടിത്തറയാണ് തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബലിക, റസൂലേ താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട്, താങ്കളുടെ മുൻഗാമികളായ പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കളങ്കം വരുത്തുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അമലുകളെല്ലാം ബാത്തിലായി പോകും, ഒന്നും സ്വീകരിക്കപ്പെടില്ല. ഒരുപാട് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്. ഒരു നല്ല ചെമ്പ് പാൽപ്പായസത്തിൽ കുറച്ച് വിഷം ഉറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ അതിലെന്തെല്ലാം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ടോ, എത്ര രൂപയുടെ അടങ്ങിയിട്ടുണ്ടോ, എന്തെല്ലാം നന്നാക്കി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാൻ പറ്റില്ല. സഹോദരന്മാരെ, ശിർക്ക് നമ്മൾ ഏറെ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സാധാരണ ശിർക്ക് എന്ന് പറയുമ്പോൾ മുവഹിദുകളായ നമുക്കൊന്നും ശിർക്ക് വരില്ല. ജാറങ്ങളിലും മക്ബറുകളിലും പോയി പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമുക്കില്ല, വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന അവസ്ഥ നമുക്കില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം നമ്മുടെ ഈമാനിനെ പ്രതിസന്ധികളിലൂടെ പരീക്ഷിക്കും. കച്ചവടം പൊട്ടിപ്പാളീസായി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വന്ന് ജീവിതത്തിൽ ഏറെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന, ഷെയർ എടുത്തിട്ടുള്ള, സഹ ബിസിനസ് നടത്തുന്ന ആൾ ഒരു പക്ഷെ പറയും, എൻ്റെ കൂടെ ഇന്ന ഷെയ്ഖിൻ്റെ അടുത്തേക്ക്, ഇന്ന വലിയൻ്റെ അടുത്തേക്ക് നീ ഒന്ന് വാ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞത് കേൾക്കുന്ന സമയത്തും നമ്മൾ അതിനെ തട്ടിമാറ്റും. കാരണം നമുക്ക് ഈമാനുണ്ട്, നമ്മൾ അതിന് മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് കടവും കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടുന്ന സമയത്ത് എന്തുകൊണ്ട് ജീവിതം പച്ചപിടിക്കുന്നില്ല എന്ന് ആലോചിച്ച് വീട് ജിപ്തിയാകുന്ന, അല്ലെങ്കിൽ പുരയിടം നഷ്ടപ്പെടുന്ന, കുടുംബത്തിലേറെ ഇടങ്ങാറുണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ആ സമയത്ത് ഇന്ന ആളിൻ്റെ അടുക്കിലേക്കൊന്ന് പോയി നോക്കണോ എന്നുള്ള ചിന്ത, അത് ശിർക്കാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദ് മിൻകൽ ജദ്ദ്. പടച്ച റബ്ബേ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. സാമ്പത്തികമാകാം, ശാരീരികമാകാം, മാനസികമാകാം, മക്കളെ കൊണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെ കൊണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ബീവിയുടെയോ ഹോജയുടെയോ കവറാളികളുടെ അടുക്കിലേക്കോ മുസ്ലിയാക്കന്മാരുടെ അടുക്കിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കണിക്കൻ്റെ ഈ കൈനോട്ടക്കാരുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അതിലൊരു സ്വാധീനമുണ്ടായാൽ അതിനാണ് ശിർക്ക് എന്ന് പറയാം. നമ്മളറിയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ച് നമ്മളറിയാതെ നമ്മളിലേക്ക് വരും. അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിൽ, സൂറത്ത് അൻആമിൻ്റെ 80 മുതലുള്ള ആയത്തിൽ ധാരാളക്കണക്കിന് പ്രവാചകന്മാർ, ഏകദേശം 20-ൽ താഴെ പ്രവാചകന്മാരുടെ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. അവരുടെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് 88-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്, ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്മാർഗമാണ്. ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സന്മാർഗം നൽകുന്നു. ആരെക്കുറിച്ചായി പറയുന്നത്? പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആകാശത്തിന് താഴെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകിയിട്ടുള്ള ഏറ്റവും നല്ല പുണ്യാത്മാക്കളെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച ആയത്ത് എന്താണ് സഹോദരന്മാരെ? വലൗ അശ്റകൂ. 20-ൽ താഴെ ഏകദേശം 19ഓളം പ്രവാചകന്മാരെ പേരെടുത്ത് പറഞ്ഞ് അതിൽ ഉലിൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 100-ൽ 100 മാർക്ക് കൊടുത്ത പ്രവാചകന്മാരാണവർ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലൗ അശ്റകൂ. എത്രയാണ് അവർ അമൽ ചെയ്തിട്ടുണ്ടാവുക?
റസൂലുള്ളാഹിന്റെ അമൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഖലീലുള്ളാഹിയുടെ അമൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു പറയുകയാണ്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. എന്നാൽ റസൂലെ, അവരെങ്ങാനും ശിർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കളങ്കം വരുത്തുന്ന വല്ലതുമുണ്ടായാൽ അവരുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ശിർക്ക് ജീവിതത്തിൽ കടന്നു വരാതെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിയാവും കടന്നു വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിയാവ് വന്നിട്ടുണ്ടെങ്കിൽ അമലുകളെല്ലാം ബാത്തിലായി പോകും. ഇൻഷാ അല്ലാഹ് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറെ അപകടകരമായിട്ടുള്ള, നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ فَأَحْبَطَ أَعْمَالَهُم. അള്ളാന്റെ ദീനിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളോട് വെറുപ്പ്, അതിനോട് ഇഷ്ടമില്ലായ്മ. ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതിനെ അവർ വെറുക്കുന്നു. ദീനിന്റെ നിർദ്ദേശങ്ങൾ, ദീനിന്റെ സുന്നത്തുകൾ, ദീനി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഫഅഹ്ബത അഅമാലഹും, അത് അവരുടെ പ്രവർത്തനങ്ങളെ ബാത്തിലാക്കി കളഞ്ഞു. അള്ളാഹ് പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകൾ, നമ്മൾ നിസ്സാരമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതിനെ കളിയാക്കുന്നു, നിസ്സാരവൽക്കരിക്കുന്നു. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നതാണ്, താടി വടിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഹറാമാണ്. അഹ്ലുസുന്നയുടെ ഏത് പണ്ഡിതനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാലും നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, അവരെല്ലാവരുടെയും ജീവിതം പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവരെല്ലാവരും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് എടുത്തതാണ് താടി വെക്കുക എന്നുള്ളത്. അപ്പോൾ താടി വടിക്കൽ ഹറാമാണ്. അപ്പോൾ ഒരാൾ താടി വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ സുന്നത്ത് ജീവിപ്പിക്കുന്ന കൂലി കിട്ടണം. 24 മണിക്കൂറും കൂലി കിട്ടുന്ന കാര്യം, അത് പേരിന് താടി വെച്ചു എന്ന് വരുത്താൻ താടി വെക്കല്ല. എനിക്ക് കൂലി കിട്ടണം. ഞാൻ ഉറങ്ങുന്ന സമയത്തും, ഞാൻ ബാത്റൂമിലാകുന്ന സമയത്തും, ഏത് സമയത്തും, മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ അടുക്കൽ ആ രീതിയിൽ ചെന്നെത്തുന്ന അവസ്ഥാവിശേഷം, പ്രവാചകന്മാരെ കണ്ടുമുട്ടുന്ന സമയത്ത്, മുത്തുനബിയെ കണ്ടുമുട്ടുന്ന സമയത്ത്, അതാ കൂലി കിട്ടണം എന്നുള്ള നിലക്ക് തന്നെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാൻ മാസത്തെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഈമാനൻ വഹ്തിസാബൻ, എന്താ പഠിപ്പിച്ചത്? ഈമാനോട് കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും. പ്രതിഫലം കിട്ടണം, എനിക്കതിൻ്റെ കൂലി കിട്ടണം, എൻ്റെ അക്കൗണ്ടിൽ ഇത് കാണണം എന്നുള്ള നിലക്ക് ഒരാൾ താടി വെച്ചിട്ടുണ്ടെങ്കിൽ കൂലി കിട്ടുമെന്ന് മനസ്സിലാക്കി ഒരാൾ താടി വെക്കുന്നു. അതിനെ കളിയാക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ നിര്യാണിക്ക് മുകളിൽ പിന്നെ പാൻ്റ് ഇറങ്ങാതെ, തുണി ഇറങ്ങാതെ ശ്രദ്ധിക്കുന്ന ആളുകളെ കളിയാക്കുന്ന ആളുകൾ. ഒരു സഹോദരി നല്ല നിലക്ക് തൻ്റെ മുടി പുറത്ത് കാണാതെ, തൻ്റെ മാറിടം പുറത്ത് കാണാതെ, നല്ലൊരു സലഫി മഫ്തയും അതേപോലെ തന്നെ തൻ്റെ അംഗലാവണ്യങ്ങൾ മുഴച്ചു കാണാത്ത രീതിയിൽ ഡ്രസ്സ് അണിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡ്രസ് കോഡ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മോശമാക്കുന്ന ആളുകൾ, അതിനെ മോശമായി ചിത്രീകരിക്കുന്നത്. അതിലപ്പുറം അവളുടെ മുഖം മറച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഇന്ന് ഈ അഖീദ പഠിക്കുന്ന, ദീന് പഠിക്കുന്ന ധാരാളക്കണക്കിന് നൂറുകണക്കിന് പണ്ഡിതന്മാർ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു മുഖം മറക്കുക എന്നുള്ളത്, പെണ്ണ് മുഖം മറക്കുക എന്നുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് പ്രബലമായ സുന്നത്താണ് എന്നും പഠിപ്പിച്ചു. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ ഈ പറഞ്ഞ രീതിയിൽ സുന്നത്ത് നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു. ചിലരെങ്കിലും പ്രബലമായ സുന്നത്താണെന്ന് പഠിപ്പിച്ചു. ഇനി പ്രബലമായ സുന്നത്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു പെണ്ണ് മുഖം മറച്ചാൽ അതിനെ മോശമായി ചിത്രീകരിക്കുന്ന, കളിയാക്കുന്ന ആളുകൾ, അതിനെ വെറുക്കുന്ന ആളുകൾ. കേവലം പ്രവർത്തനമല്ല മുഖം മറക്കുക എന്നുള്ളത്. രണ്ട് ചർച്ചയെ അഹ്ലുസുന്നയുടെ അടുക്കലുള്ളൂ. ഇതിനെ മോശമാക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിച്ചതിനെ, അല്ലാഹു ഇറക്കിയതിനെ, നിയമമാക്കിയതിനെ വെറുക്കുന്ന ആളുകൾ, അവരറിയട്ടെ, ദാലിക ബിഅന്നഹും കരിഹൂ മാ അൻസലല്ലാഹ് ഫഅഹ്ബത അഅമാലഹും, അവരുടെ അമലുകൾ ബാത്തിലായി പോകും. അപ്പോൾ ദീന് പഠിപ്പിച്ച് ദീന് കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിലും കളിയാക്കാൻ നിൽക്കണ്ട. അതിനൊരു മോശപ്പെട്ട തരംതാന്ന പ്രവർത്തനം, അത് ചെയ്യുന്ന ഒരു മോശപ്പെട്ടവനായി കാണാൻ നിൽക്കേണ്ടതില്ല. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫാറുകളായ ആളുകളെ കുറിച്ച് പറഞ്ഞു, ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. കുറ്റവാളികളായ ആളുകൾ, അവർ മുഅ്മിനീങ്ങളായ ആളുകളെ കാണുന്ന സമയത്ത് അവർ പരിഹസിക്കുന്നവരുടെ കോലം കാണുമ്പോൾ, അവരുടെ ഇബാദത്തിൻ്റെ നിഷ്ഠ കാണുമ്പോൾ, അവരുടെ ഡ്രസ് കോഡ് കാണുമ്പോൾ,
അവരുടെ ജീവിത ശൈലി കാണുമ്പോൾ, അവരുടെ രൂപവും അവരുടെ നടത്തവും അവരുടെ പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ കുറ്റവാളികളായ നരകവാസികളായിട്ടുള്ള ആളുകൾ അവർ മുഅ്മിനീങ്ങളെ കളിയാക്കുന്നു. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ, അവർ നടന്നു പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഗോഷ്ഠി കാണിക്കുന്നു. ആര്? ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ മുഅ്മിനീങ്ങളെ കളിയാക്കണം. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ. എന്നിട്ട് ഈ ആളുകൾക്കുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അവർക്കുള്ള ശിക്ഷ എന്നുള്ളത്? യഥാർത്ഥത്തിൽ അവർ മുഅ്മിനീങ്ങളെ അല്ല കളിയാക്കുന്നത്, മതത്തെ അല്ല കളിയാക്കുന്നത്, അള്ളാഹുവിനെ അല്ല കളിയാക്കുന്നത്. ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹ്, അള്ളാഹു അവരെയാണ് കളിയാക്കുന്നത്. സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. വെറുതെ അല്ലാഹ് വിടുന്ന പ്രശ്നമില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ച ദീനിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, ദീനിൻ്റെ സുന്നത്തുകളെ, അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പരിഹസിക്കുന്ന ആളുകൾ, സഹാബത്തിനെ കുറ്റം പറയുന്ന ആളുകൾ, ഈ സഹാബത്തിനെ കുറ്റം പറയുക എന്നുള്ളത് ഇന്ന് ഫാഷനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഹീന്റെ എഴുത്തുകാരനാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിലാണെന്ന് സന്തോഷ വാർത്ത അറിയിച്ച സഹാബിയാണ്. ഈ സഹാബിയെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ആളുകൾ, ചില മതരാഷ്ട്രവാദികൾ, ദീനിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ തന്നെ എത്രയാണ് സഹോദരന്മാരെ എഴുതി കൂട്ടിയിട്ടുള്ളത്. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബിയെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹിനെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സഹാബികളുടെ കൂട്ടത്തിൽ ഏറെ പ്രമുഖനായ സഹാബി. എത്രയാണ് മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് കള്ളം പറഞ്ഞു കൂട്ടുന്നത്. അധികാരമോഹിയാണ്, ധാരാളക്കണക്കിന് സഹാബികളെ കൊന്ന ആളാണ്. പച്ച മലയാളത്തിൽ ഷിയാക്കൾ എഴുതിവിട്ട സംഗതി ഇവിടെ പച്ച മലയാളത്തിൽ ട്രാൻസ്ലേഷൻ നടത്തി പുസ്തകരചന നടത്തുന്നു, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, പേജുകളും കോളങ്ങളും നിറച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബികളെ കുറിച്ചാണ് ഈ പറയുന്നത്. എത്ര ഗൗരവമാണ് സഹോദരന്മാരെ. നിങ്ങൾക്കറിയാമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ മുനാഫിക്കീങ്ങളുടെ സ്വഭാവം എടുത്തു പറഞ്ഞ സമയത്ത് അള്ളാഹിന്റെ റസൂലിന്റെ സഹാബികളെ കളിയാക്കി ചില ആളുകൾ, മുനാഫിക്കീങ്ങളിൽപ്പെട്ട ആളുകൾ. ഈ ചങ്ങാതിമാരുണ്ടല്ലോ, ഈ മനുഷ്യന്മാർ റസൂലുള്ളാഹിന്റെ സഹാബികളെ കുറിച്ച് പറയാണ്, അവർ തീറ്റ കൊതിയന്മാരാണ്. അതേപോലെ തന്നെ അവർ ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സമയത്ത്, ശത്രുക്കളെ കാണുന്ന സമയത്ത് ജുബന, ഭീരുക്കളാണ് എന്ന് മുനാഫിക്കീങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു. ഇത് കേട്ട ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഒരുത്തൻ പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വിവരം പറയാൻ വേണ്ടി അവിടെ എത്തിയപ്പോഴേക്ക് സൂറത്ത് തൗബയിലെ ആയത്തുകൾ ഇറങ്ങി. സൂറത്ത് തൗബയിലെ ആയത്തിറങ്ങി. നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനലബു, ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ്, കളിയും തമാശയും വിനോദമായിരുന്നു. കുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നബിയെ, നിങ്ങൾ അവരോട് ചോദിക്കുക, അള്ളാഹിനെ കൊണ്ടും അള്ളാഹിന്റെ ആയത്തുകളെ കൊണ്ടുമാണോ നിങ്ങൾ തമാശയാക്കുന്നത്? ദീന് കളിയാക്കാനുള്ളതല്ല, തമാശാക്കാനുള്ളതല്ല, അള്ളാഹുവിന്റെ റസൂലിനെ മോശമാക്കാനുള്ളതല്ല. അവർ കാഫിറുകളാണ്, അവർ മോശക്കാരാണെന്ന് പറയാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റസൂലേ, നിങ്ങൾ അവരോട് പറയണം, കുല്ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു എന്നവരോട് പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുക ചെയ്തത്. ഇത്ര ഗൗരവത്തോടെ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, ദീനിന്റെ നിർദ്ദേശങ്ങളെ കളവാക്കുക. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വിഖ്യാതമായ ഗ്രന്ഥമുണ്ട്, നവാഖിദുൽ ഇസ്ലാം. ദീനിനെ തകർക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെറിയൊരു ബുക്ക്ലെറ്റ് എഴുതിയിട്ടുണ്ട്, ചെറിയൊരു ബുക്ക്ലെറ്റ്. അതിൽ ഒരു മനുഷ്യൻ കാഫിറായി പോകുന്ന കാര്യം അദ്ദേഹം പറയുകയാണ്. എന്താണ്? അന്നാഖിലു സാദിസ്, ആറാമത്തതായി കൊണ്ട് ഒരു മനുഷ്യന്റെ ദീന് പൊളിയുന്ന കാര്യമാണ്, മനിസ്തഹസഹ ബിശൈഇൻ മിൻ ദീനിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ സബാബിഹി ഔ ഇഖാബിഹി. ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ ദീനിൽ നിന്നും എന്തെങ്കിലും ഒന്നിനെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ഇന്ന കർമ്മത്തിന് കൂലിയുണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന പ്രവർത്തനത്തിന് ശിക്ഷയുണ്ടെന്നോ പറഞ്ഞാൽ കഫറ, അവൻ കാഫിറായി. ഈ കൂസം താടി വെക്കണം, ദീനിലിപ്പോൾ എന്താ ഈ താടിയൊക്കെ അത്ര വലിയ കൂലിയുള്ള കാര്യം? ഒരു കൂസം താടിയും വെച്ചെടുക്കണം. നിങ്ങൾക്കിപ്പോൾ തന്നെ
നെരിയാണിക്ക് താഴെ ഉണ്ട് പോയിച്ചിട്ട് എന്താ കുഴപ്പം? നെരിയാണിക്ക് താഴെ ഡ്രസ്സ് പോയാൽ എന്താ കുഴപ്പം? അതിമലാണോ ഇസ്ലാം ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ് അതും ഇസ്ലാമാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരണം, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി വരണം. നമുക്ക് തോന്നിയതൊക്കെ എടുക്കാനുള്ളതല്ല, സൂപ്പർ മാർക്കറ്റല്ല ഇസ്ലാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിച്ചവന്റെ നിസ്കാരം സ്വീകരിക്കില്ല. ഒരാൾ പറയണേ എന്തിപ്പോ നിസ്കാരം? നിസ്കാരം എന്ന് പറഞ്ഞാൽ നെരിയാണിക്ക് താഴെ വസ്ത്രം പോകും നോക്കിയിട്ടാ. ഒരാൾക്ക് ശിക്ഷ കിട്ടുന്നതും അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതും ശിക്ഷ കിട്ടുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നോക്കൂല എന്ന് പറഞ്ഞ, അള്ളാഹിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. അള്ളാഹിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവില്ല. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച ആൾ എത്ര ഗൗരവത്തോടുകൂടി പറഞ്ഞു, പിന്നെ എങ്ങനെ നമ്മളെ നിസാരമാക്കും? അപ്പൊ സഹോദരന്മാരെ, അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം അത് ചെയ്തിട്ട് ആ ഹറാമ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയുണ്ട്, ഇത് സുന്നത്താണ്, ഇതിന്റെ പ്രതിഫലമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നുന്നു. അങ്ങനെ ഒരാൾ നിസ്സാരമാക്കിയാൽ കഫറ, കാരണം ദീനിനെയാണ് അയാൾ കഫറാക്കുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം എന്ന് ഇവിടെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസാഇന്റെ 40-ാമത്തെ ആയത്തിൽ പറഞ്ഞു, وَقَدْ نَزَّلَ عَلَيْكُمْ فِي الْكِتَابِ أَنْ إِذَا سَمِعْتُمْ آيَاتِ اللَّهِ يُكْفَرُ بِهَا وَيُسْتَهْزَأُ بِهَا فَلَا تَقْعُدُوا مَعَهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ إِنَّكُمْ إِذًا مِثْلُهُمْ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ وَقَدْ نَزَّلَ عَلَيْكُمْ فِي الْكِتَابِ أَنْ إِذَا سَمِعْتُمْ آيَاتِ اللَّهِ يُكْفَرُ بِهَا, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിലൂടെ അല്ലാഹു ഇറക്കുന്ന പ്രമാണങ്ങൾ കേൾക്കുമ്പോൾ, ഇങ്ങനെയുണ്ട്, ഇത് സുന്നത്താണ്, ഇത് ഫർളാണ്, ഇത് പാടില്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ യുസ്തഹ്സഉ ബിഹാ, അതിനെ കളിയാക്കുന്നു. ഇന്നിപ്പോൾ നോക്ക് സഹോദരന്മാരെ, ആണും പെണ്ണും കൈ കൊടുക്കുക, ഷെയ്ഖാൻഡ് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ആരും, മാഷന്മാരും ടീച്ചർമാരും കൈ കൊടുക്കുന്നു, അധ്യാപകന്മാർക്ക് കൈ കൊടുക്കുന്നു പെൺകുട്ടികൾ, അതേപോലെ തന്നെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. നമ്മളിത് പാടില്ലെന്ന് പറഞ്ഞാൽ, ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകം തിരിയാത്ത ആളുകളായി. സഹോദര സഹോദരി, നീ മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് പാടില്ല. അന്യ പുരുഷനെ അന്യ സ്ത്രീയെ സ്പർശിക്കാൻ പാടില്ല. നിങ്ങൾക്ക് തള്ളാം കൊള്ളാം, അത് വേറെ വിഷയം. ഒരു പെൺകുട്ടി പാൻറ് ധരിച്ച് നടക്കുക എന്നുള്ളത്, അത് യൂണിഫോം ആകട്ടെ എന്താകട്ടെ, പെണ്ണ് പാൻറ് ധരിക്കുക എന്നുള്ളത്, ആണിന്റെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഹറാമാണ്, ശപിക്കപ്പെട്ടവളാണ്. അള്ളാഹിന്റെ ശാപം കിട്ടിയിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഇന്നത്തെ കോലം എങ്ങനെയാണ്, ഫാഷൻ എങ്ങനെയാണ്, നാടെങ്ങനെയാണ്, നാട്ടുകാരെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാന്യമായി സ്ത്രീയുടെ വസ്ത്രം ധരിക്കണം. ഇന്ന് എല്ലാ പെൺകുട്ടികൾ പാൻറ് ധരിച്ച് നടക്കുകയാണ്, പാൻറ്റും കുപ്പായും, പാൻറ്റും ടീഷർട്ടും. ഏത് സ്ഥാപനം നിങ്ങൾ ടൂർ പോകുമ്പോൾ ഒരു ചുരിദാർ ഇടുന്ന, അല്ലെങ്കിൽ ഒരു പർദ്ദ ഇടുന്ന, അല്ലെങ്കിൽ മാന്യമായൊരു പെണ്ണിൻ്റെ മെഡിയൻ ടോപ്പ് ഇടുന്ന കാണുന്നില്ല. മുഴുവൻ പാൻറ്റും അതേപോലെ തന്നെ കുപ്പായിട്ട് എടുക്കുന്ന പെൺകുട്ടികളെയാണ് കാണുന്നത്. നാടെങ്ങനായി, നാട്ടുകാരെങ്ങനായി എന്ന് വിചാരിച്ച് ദീൻ്റെ നിയമം മാറ്റാൻ പറ്റില്ല. എല്ലായിടത്തും പലിശയാണ്, എല്ലായിടത്തും പലിശയാണ്. പലിശ കൊണ്ട് നടക്കുന്ന ഒരുപാട് കച്ചവടങ്ങൾ. ഇന്നിപ്പോൾ അതിന്ന് മാറിക്കാൻ പറ്റുമോ എന്നൊരാൾ ചോദിച്ചാൽ മാറിക്കാൻ പറ്റണം. ഇങ്ങനെയാണോ പറ്റണം? നമുക്ക് ഇതല്ല ലോകം. അപ്പൊ അതിനെ കളിയാക്കുക, ഇത് പറയുന്നവരെ മോശക്കാരാക്കുക, എത്ര ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുസ്തഹ്സഉ ബിഹാ, അള്ളാഹിന്റെ ആയത്തുകളെ കളിയാക്കുന്നു. അങ്ങനെയുള്ളവരുടെ കൂടെ ഇരിക്കും. ഫലാ തഖഉദു, നിങ്ങൾ ഇരിക്കാൻ പാടില്ല. മാഹും ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരിഹി, അങ്ങനെ ഇന്നക്കും ഇദൻ മിസ്ലുഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. ഏതുവരെ? അവർ ദീനിനെ പരിഹസിക്കുന്നതല്ലാത്ത മാന്യമായുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുക, അവരോട് സംസാരിക്കുക. അല്ല, ഞാൻ സംസാരിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. ജാഹിലീങ്ങളായ ആളുകളോട് സംസാരിക്കാൻ നിന്നാൽ കാലു സലാം പറഞ്ഞിട്ട് പോകണം. കാരണം നമ്മുടെ ദീൻ ഓസ്വാസിലായി പോകും. ദീന് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അവരോടുമായി കൂടിച്ചേർന്ന് അവർ പറയണ ഇങ്ങനെയുള്ള ദീനിനെ പരിഹസിക്കുന്ന തമാശയും കേട്ട് നമ്മൾ ചിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നോക്കൂ, മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വൈദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും, നമ്മുടെ ആയത്തുകളെ പരിഹാസത്തോടു കൂടി എടുക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും പിന്തിരിയണം. അവരുടെ കൂടെ ഇരിക്കല്ല. അങ്ങനെ കുറേ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുന്ന ആളുകൾ, അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരുടെ കൂടെ, യുക്തിവാദികളുടെ കൂടെ, ലിബറൽ വാദികളുടെ കൂടെ അവരുടെ സംസാരങ്ങൾ കേൾക്കുന്നു, അതിന് ലൈക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ കേട്ട് ആസ്വദിക്കുന്നു, അതിന് ചിരിച്ചു കൊടുക്കുന്നു.
ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. എത്ര ഗൗരവത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ സഹോദരന്മാരെ, നമ്മളെടുത്ത അമലൊക്കെ ബാത്തിലായി പോകും. നമ്മുടെ അമലുകളെല്ലാം ബാത്തിലായി പോകാൻ അത് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആന്റെ ആയത്തോതി പഠിപ്പിക്കുകയാണ്. അതുപോലെ ഹദീസുകളെ പരിഹസിക്കുക, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്ന് പേരും പറഞ്ഞുകൊണ്ട്. ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാം നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നതാണ്. പക്ഷേ ഒരു സലീമുൽ അഖലായിട്ടുള്ള യഥാർത്ഥ ഒരു മുത്തഖിയായിട്ടുള്ള മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും എല്ലാം യോജിക്കും. ഇനി ഏതെങ്കിലും ഒന്ന് യോജിക്കാത്തതുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമമാണെന്ന് മനസ്സിലാക്കി കീയൊതുങ്ങുന്നവനാണ് അതിനെ സമ്മതിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ പേരാ ഇസ്ലാം. എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? അൽ ഇസ്തിസ്ലാം, കീഴൊതുങ്ങലാണ്. ഞാൻ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ വേറെയുള്ള ഞങ്ങളുടെ ബുദ്ധിയോ യുക്തിക്കോ പിന്നെ പ്രാധാന്യമില്ല. വിശുദ്ധ ഖുർആന്റെ ആയത്തും അങ്ങനെയല്ല സഹോദരന്മാരെ. കടല് പിളർന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സയൻസിന് തെളിയിക്കാൻ പറ്റും കടല് പിളർന്നു എന്നുള്ളത്. ഈസാനബിണ്ടായി, വാപ്പല്ലാതെ ഈസാനബിണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? സയൻസിന് തെളിയിക്കാൻ പറ്റും. അണ്ടവും ബീജും ഇല്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായി എന്നുള്ള ഒരു ജീവജാലം ഉണ്ടാവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. ആദം നബി എങ്ങനെ ഉണ്ടായതോ ആരും ഇല്ല അതല്ല ഉണ്ടായത്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പിന്നെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അപ്പോൾ നമുക്കത് പറ്റുന്നില്ല, നമുക്ക് യോജിക്കുന്നില്ല, അതൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ. ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയുന്നു, നിസ്സാരമാണെന്ന് അവന് തോന്നുന്ന വാക്ക്, പക്ഷേ ആ വാക്കിന് ദീനിനെ പരിഹസിക്കുന്ന, സഹാബത്തിനെ പരിഹസിക്കുന്ന, പ്രമാണങ്ങളെ പരിഹസിക്കുന്ന ആ വാക്കിന് അവൻ കൊടുക്കേണ്ട വില എന്താണെന്നറിയാമോ? യസില്ലു ബിഹാ ഫിന്നാരി അബദ മിമ്മാ ബൈനൽ മശ്രിഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഥവാ മശ്രിക്കിൻ്റെയും മഗ്രിബിൻ്റെയും 2 ചക്രവാളങ്ങൾക്ക് എത്ര ദൂരമുണ്ടോ അതിനേക്കാൾ താഴേക്ക്, നരകത്തിൻ്റെ താഴേക്ക് ആപതിക്കുന്ന സംസാരമാണ് അവൻ നടത്തിയിട്ടുള്ള നിസ്സാരമായ വാക്ക്. ദീനിനെ പരിഹസിക്കുന്ന ഒരു നിസ്സാരമായ വാക്ക് മതി സഹോദരന്മാരെ. നരകത്ത് നിന്ന് കരകയറാൻ പറ്റൂല. കുഫ്റാണത്, അമലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് സഹോദരന്മാർ, ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദീനിനെ പരിഹസിക്കുന്ന ലിബറൽ വാദികളായിട്ടുള്ള ഇസ്ലാമിൻ്റെ പേര് തണിച്ചെടുക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, മാപ്പിള പേരും ചമഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ മെസ്സേജുകൾ, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ ഉള്ളിൻ്റെ ഉള്ളു പോലും എത്തുന്ന ദീനിനെ പരിഹസിക്കുന്ന ഒരു പിന്നെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരു മുസ്ലിമിൻ്റെ നിലപാട് അതിൽ എന്തായിരിക്കണം എന്ന് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ അമലുകളെല്ലാം ബാത്തിലായി പോകാൻ അത് കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിൻ്റെ അമൽ പരലോകത്തെത്തുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അതിന് കാരണമാകുന്ന നിലപാടുകളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ഒന്ന് നമ്മൾ ശിർക്ക് പറഞ്ഞു. ശിർക്ക് ചെയ്ത ആളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലാണ്. അതിൻ്റെ കൂടത്തിൽ തന്നെ ദീന് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ചെറിയ ശിർക്ക് എന്ന് പേരുള്ള, കേൾക്കുമ്പോൾ അതിൽ ചെറിയ എന്നൊരു വാക്കുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് ശിർക്കുൻ അക്ബർ, വലിയ ശിർക്കിൻ്റെ ഭീകരത അത്രത്തോളം ഉണ്ടായത് കൊണ്ടാണ്. ചെറിയ ശിർക്ക് എന്ന് പറയുമ്പോൾ ശിർക്ക് ചെറിയ ആയതുകൊണ്ടല്ല, ചെറുതായതുകൊണ്ടല്ല, അത് ഗൗരവം കുറഞ്ഞതുകൊണ്ടല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന സൂറത്ത് ഹൂദിന്റെ 15-16 ആയത്തുകളിലൂടെ മൻകാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനതഹ, ഒരാളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ദുനിയാവും ദുനിയാവിൻ്റെ സുഖങ്ങളും അതിൻ്റെ അലങ്കാരം, പരലോകം പ്രശ്നമല്ല, ദുനിയാവിനെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ബിസിനസ്സിനെ, തൻ്റെ ദുനിയാവിൻ്റെ സുഖങ്ങളെ, തൻ്റെ ലാഭത്തെ, തൻ്റെ സ്റ്റാറ്റസിനെ പരലോകത്തെ ബാധിക്കും. അല്ല, പരലോകത്തെ ഇത് മരിച്ചു കഴിഞ്ഞിട്ടല്ലേ, അവിടെ കിടക്കട്ടെ, അത് ഇനി കുറേ കാലമില്ല മൗലവി എന്ന് പറയും. അതൊക്കെ മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമല്ല, അത് മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ എന്ന് പറയാൻ അവനെടുത്ത ശ്വാസം ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ പറ്റാഞ്ഞ അവനവിടെ എത്തി, അവളവിടെ എത്തി, ഒരു ഗ്യാരണ്ടി ഇല്ല. അതൊക്കെ മരിച്ചിൻ്റെ ശേഷമല്ലേ, പരലോകത്തല്ലേ. സഹോദര സഹോദരി, നിന്റെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ പരലോകമാണ്. ഖബർ ഒന്നാമത്തെ പരലോകത്തിന്റെ 1-ാം ഘട്ടമാണ്. അവിടെ നിന്ന് തുടങ്ങിയ രക്ഷയും ശിക്ഷയും. അമാന്തിച്ചിക്കേണ്ട ആവശ്യമില്ല, അവിടെ കത്തിക്കേണ്ട ആവശ്യമില്ല, അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോ ദുനിയാവാണ് മെയിൻ. ദുനിയാവിൻ്റെ അഥവാ പിന്നെ സമ്പത്ത് ഉണ്ടാക്കുന്ന സമയത്ത് പലിശ ഉണ്ടതോ കൊള്ളലാവുള്ളതോ പറ്റിച്ചതോ ഒന്നും പ്രശ്നമുള്ള കാര്യം. എനിക്ക് ലാഭം കിട്ടണം, എനിക്ക് സമ്പത്ത് കിട്ടണം. പരലോകത്തെ ബാധിക്കുന്ന പ്രശ്നമില്ല. സക്കാത്ത് കൊടുക്കാതിരിക്കുന്നതിൽ പ്രശ്നമില്ല. ആളുകളെ പറ്റിക്കുന്നതിൽ ചതിക്കുന്നതിന് പ്രശ്നമില്ല. ദുനിയാവ് സുഖിക്കണം, ദുനിയാവ് ഹരമാക്കണം, അത് വൈബാക്കണം, അത് കളറാക്കണം, അത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ, ആ ദുനിയാവൊക്കെ അല്ലാഹ് നമുക്ക് കൊടുക്കും. ഓഹും ഫീഹ ലാ യുബ്ഖസൂൻ, അല്ലാഹ് ചുരുക്കം വരുത്തൂല. പള്ളർച്ചും പിന്നെ കുറച്ചൊക്കെ ദുനിയാവിൽ ഒരു പക്ഷേ ചില ആളുകൾക്ക് കിട്ടിയേക്കും. എന്നിട്ട് അല്ലാഹ് പറയാണ് ഉലൈകൽ ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, എന്നാൽ യഥാർത്ഥ ലോകത്ത് അവർക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല. തീരാത്ത അറ്റമില്ലാത്ത അറ്റം കാണാത്ത ലോകത്ത് അവർക്ക് നരകം മാത്രമാണുള്ളത്. അവർ ചെയ്തതെല്ലാം ബാത്തിലായി പോകുന്നു. അതാണ് നമ്മുടെ വിഷയം. അമലൊക്കെ ബാത്തിലായി പോകുന്നു, അമലെല്ലാം ബാത്തിലായി പോകുന്നു. അവർ ചെയ്തിട്ടുള്ളതെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിന്റെ 15-16 ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഗൗരവത്തോടു കൂടി സഹോദരന്മാർ നമ്മൾ ശ്രദ്ധിക്കണം. പരലോകം പ്രശ്നമില്ലാത്ത ജീവിതം എത്രയോ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുകയാണ്. സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു തുള്ളുന്ന ഹറാമും ആഭാസവും കാണിച്ച്, അതേപോലെ തന്നെ വൃത്തികേടുകൾ പറഞ്ഞ്, എന്നിട്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണിച്ചു കൊടുത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ചാനലുകൾ തുടങ്ങാനും ഒക്കെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന, അപ്പം അതിൻ്റെ ആഘാതം വീണ്ടും വീണ്ടും കൂടുകയാണ്. ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും നിറഞ്ഞ് തുളുമ്പുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ. മുസ്ലിങ്ങളുടെ കാര്യം മാത്രമാണ് പറയുന്നത്. അതേപോലെ തന്നെ ചെയ്യുന്ന അമലുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അതും ദുനിയാവിനും വേണ്ടി ചെയ്യുന്ന ആളുകളാണ്. റിയ ആണ് അവരുടെ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർ കാണാനും വേണ്ടി ചെയ്യുക. ഇനി അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടണം എന്നും വിചാരിക്കുന്നു, അതിൻ്റെ കൂടെ മറ്റുള്ളവർ കാണണം. അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്തെന്ന് കൊടുക്കുമ്പോൾ അള്ളാഹിൻ്റെ അടുത്തും കിട്ടണം, നാട്ടുകാരുടെ അടുത്തും കിട്ടണം. അത് കിട്ടില്ല, രണ്ടും കൂടിയുള്ള വരെ. അതിനാണ് ഷിർക്ക് എന്ന് പറയാം. ഷെയറിങ് നടന്നു. അള്ളാഹ്ക്ക് പ്യുവറായി കിട്ടണം. നമ്മളാരും ഒരു അമലും ചെയ്യേണ്ട ആവശ്യം അള്ളാഹ്ക്കില്ല. ആർക്കാണത്? നമുക്കാണ്. ഫമൻ യശ്കുർ ഫഇന്നമാ യശ്കുർ ലിനഫ്സിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യുന്നു, ജിഹാദ് ചെയ്യുന്നു. ആ ജിഹാദ് ചെയ്യുന്ന മനുഷ്യൻ അറഅയ്ത റജുലൻ ഗസാ യൽതമിസു അൽ അജ്റ വദ്ദിക്റ, അള്ളാഹിൻ്റെ അടുത്ത് കൂലിയും പ്രതീക്ഷിക്കുന്നുണ്ട്, ജനങ്ങൾ പറയണമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓ നല്ല മുജാഹിദാണ്, നല്ല ജിഹാദ് ചെയ്യുന്ന ആളാണ്, അഥവാ നല്ല ധർമ്മിഷ്ഠനാണ്, അതേപോലെ തന്നെ നല്ല ദീനിയായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, 5 വക്ത് പള്ളിയിൽ പോണ ആളാണ്, മഹല്ലിൽ ആ നിലക്കൊക്കെ ജനങ്ങൾ അറിയണമെന്നും വിചാരിക്കണമെന്ന് അള്ളാഹിൻ്റെ കൂലി കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ റസൂൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ശൈഅ ലഹു, ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഒന്നും ഉണ്ടാവില്ല. ഈ ചോദ്യകർത്താവ് വീണ്ടും ആവർത്തിച്ചു. ഫഅഅദഹ 3 മറാത്തി, 3 പ്രാവശ്യം. അല്ല റസൂലെ, ഇങ്ങനെയാണ് റസൂൽ കേൾക്കാതെ മറുപടി പറഞ്ഞാന്നുള്ളത്. ഒന്നും കൂടി ഉഷാറായിട്ട് ചോദിച്ചു,
യഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ശൈഅ ലഹു, ഒന്നും ഉണ്ടാവില്ല. സുമ്മ ഖാല ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തഗീ ബിഹി വജ്ഹല്ലാഹ്. ഒരു മനുഷ്യന് ഒരു അമൽ ചെയ്യുന്നത്, ദാനധർമ്മമാകട്ടെ, നമസ്കാരമാകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, ഏത് പ്രവർത്തനമാകട്ടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ, സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കണ്ണീരൊപ്പുന്ന പ്രവർത്തനമാകട്ടെ, ഇതൊക്കെ ഞാൻ ഉഷാറാകണം, ഞാൻ അറിയപ്പെടണം, എന്നെക്കുറിച്ച് പറയണമെന്നുണ്ടോ, അത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും കൊടുക്കൂല. അള്ളാഹ്ക്ക് പ്യുവറായിട്ടുള്ള അമലാണ് വേണ്ടത്. പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള അമലല്ല അള്ളാഹ്ക്ക് വേണ്ടത്. കിട്ടൂല എന്നർത്ഥം. അപ്പോൾ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതോടുകൂടി എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഹബിത മാ സനഉ, ചെയ്ത അമലുകളൊക്കെ ബാത്തിലാണ്. ഇപ്പോൾ സഹോദരന്മാരെ, കുറേ അമൽ ചെയ്ത് ബാത്തിലായി പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ പറയപ്പെട്ട ചെറിയ ശിർക്കിൽ നിന്നും വലിയ ശിർക്കിൽ നിന്നും നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പാപങ്ങളിൽ നിന്നെല്ലാം ദീനിനെ കളവാക്കുന്ന, ദീനിനെ മോശമാക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന, ദീനിൻ്റെ കർമ്മങ്ങൾ നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ആളുകളെ ഒരു രണ്ടാം നമ്പറായി കാണുന്ന, വില കുറഞ്ഞ് കാണുന്ന അവസ്ഥ, ആ ഒരു മനസ്സ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ച പോലെ പോയിട്ടുണ്ടാവുന്നതാണ് ഇന്നത്തെ ഹുത്ബയുടെ, ഇന്നത്തെ സംസാരത്തിൻ്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. മതം പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.